നമസ്കാരം. ധർമ്മട നിയോജകമണ്ഡലത്തിൻ്റെ വോട്ടിംഗ് ഡേറ്റയാണ് ഇത്തവണ നമ്മൾ ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണത്. അദ്ദേഹം തന്നെയായിരുന്നു 2016 കാൻഡിഡേറ്റ്. 87,000 വോട്ട് LDF പിടിച്ചപ്പോൾ 50,000 വോട്ടാണ് UDF പിടിച്ചത്. NDAക്ക് 12,000 വോട്ട്. ഒരു പ്രാതിനിധ്യമുണ്ട് NDAക്ക് എന്നേ ഉള്ളൂ. കാര്യമായൊരു വോട്ട് ഷെയർ ഇല്ല. ഇപ്പോൾ 37,000 വോട്ടിന് LDF വിജയിച്ചൊരു മണ്ഡലമാണ് 2016. 2021 ആയപ്പോൾ വീണ്ടും 95,000 വോട്ടുണ്ട് LDFന്. UDF 45,000 ആക്കി. 14,000 വോട്ട് ഇച്ചിരി NDA കൂട്ടിയെങ്കിലും UDF കുറച്ചുകൂടെ വോട്ട് കൂട്ടി. അപ്പോൾ ഇന്ത്യൻ്റെ മാർജിൻ, വിജയ മാർജിൻ 50,000 ആയിരിക്കുകയാണ്. ഞാൻ 2014 ഒന്നുകൂടെ എടുക്കുകയാണ്. 2014 36,000 ഉണ്ടായിരുന്നു. 87 50 ആയിരുന്നത് 95 45 ആയതോടെ 50,000 വോട്ടിന് LDF വിജയിച്ച മണ്ഡലമാണ്. നോക്കാൻ ലോക്സഭയിൽ വല്ല വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത്. ലോക്സഭയിൽ ഇപ്പോഴും LDFന് അപ്പർ ഹാൻഡ്. ഞാൻ മലബാറിൽ പല വീഡിയോയിൽ എല്ലാത്തിലും കണ്ട ട്രെൻഡ് ലോക്സഭയിൽ UDF ശരിക്കും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നാണ്. അത് ലോക്സഭയുടെ ട്രെൻഡിനാണോ അത് അസംബ്ലി വരുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ LDFന് 72,000 വോട്ടോളം കിട്ടിയപ്പം UDFന് 70,000 വോട്ടിന് അടുപ്പിച്ച് കിട്ടി. 69,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള മാർജിൻ വളരെ കുറഞ്ഞ് 2,700 മാത്രമേ ഉള്ളൂ മാർജിൻ. NDAയുടെ വോട്ട് സ്ലൈറ്റ്ലി ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഫ്രണ്ടിൻ്റെ വോട്ട് നോക്കാം. LDFൻ്റെ വോട്ട് നോക്കുകയാണെങ്കിൽ 2016 87,000 ഉണ്ടായിരുന്നത് അത് കൂട്ടി 95,000 ആയെങ്കിലും ലോക്സഭയുടെ വോട്ട് ഷെയർ എടുക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ് 71,000 ആയി. അതായത് 24,000 വോട്ടിൻ്റെ കുറവ് LDFന് ഈ അസംബ്ലിയിൽ നിന്ന് ലോക്സഭ വന്നിട്ടുണ്ട്. അപ്പം UDFൻ്റേത് 50,000 വോട്ട് 2016 ഉള്ളത് കുറഞ്ഞ് 45,000 ആയെങ്കിലും ലോക്സഭ 2024 ലോക്സഭയിൽ 69,000 വോട്ടായിട്ടുണ്ട്. NDAയുടെ വോട്ട് ഷെയർ 12,000 നിന്ന് 14,000 ആയി. കൺസിസ്റ്റൻ്റ് ആയിട്ട് 2,000 വോട്ട് 14,000 നിന്ന് 16,000 ഓരോ വർഷവും 2,000 വെച്ച് കൂട്ടി അവരുടെ പ്രാതിനിധ്യം കൂട്ടി വരുന്നുണ്ട് ആ മണ്ഡലത്തിൽ. ധർമ്മടത്തിൻ്റെ 3 ഇലക്ഷൻ്റെയും ചിത്രം എടുത്തു കഴിഞ്ഞാൽ 3 ഫ്രണ്ടിൽ നിൽക്കുന്നത് LDF ആണ്, രണ്ടാമത് UDF ആണ്, മൂന്നാമത് NDA ആണ്. ഇപ്പോൾ 3ലും ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ലോക്സഭ മാത്രം മാർജിൻ വളരെ കുറഞ്ഞു. 50,000 വോട്ട് വരെ മാർജിൻ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ 2,000 താഴെ വോട്ടിൽ 3,000 താഴെ വോട്ടിലാണ് ലോക്സഭ വന്നത്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ 2000 ഒറ്റ നോട്ടത്തിൽ ഇത് LDFന് 3 ഇലക്ഷനും ഫ്രണ്ടിലുള്ളതുകൊണ്ട് LDFന് അപ്പർ ഹാൻഡുള്ള മണ്ഡലമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, പ്രേക്ഷകരുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. ആര് ജയിക്കും 2026 വോട്ട് അസംബ്ലി മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ള അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. ഇതേപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.